നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. അതായത് ഇറക്കങ്ങളിൽ എന്താണ് ഒരു വാഹനം ഓടിക്കുമ്പോൾ ചെയ്യേണ്ടത്, വാഹനത്തിന്റെ കൺട്രോൾ നിർത്തി എങ്ങനെ കൃത്യമായിട്ട് വാഹന സ്പീഡ് കൂടാതെ എങ്ങനെ ഒരു കാർ ഓടിക്കാം എന്നതിനെ പറ്റിയാണ്. പലരും കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചത് കൊണ്ടാണ് ഈ ഒരു സംശയം വന്ന് ചോദിച്ചത്. വാട്സപ്പ് വഴിയാണ്. ഞാൻ പ്രത്യേകിച്ച് പറയുന്നത്, നിങ്ങൾ ഒരു കാരണവശാലും വാട്സപ്പിൽ വന്നിട്ട് നിങ്ങൾ അഭിപ്രായം ചോദിക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ, ഇന്നൊരു വീഡിയോ ചെയ്യാൻ കമന്റ് ആയിട്ട് വന്ന് ചോദിച്ചാൽ ഞാൻ അത് ചെയ്യുന്നതായിരിക്കും. കാരണം മറ്റുള്ളവർക്ക് അത് കാണുമ്പോൾ മനസ്സിലാകുമ്പോൾ ഒരാൾ ചോദിച്ചതാണല്ലോ എന്നുള്ളത്. ഇറക്കങ്ങളിൽ എങ്ങനെയാണ് കൃത്യമായിട്ട് ഒരു വാഹനം ഡ്രൈവ് ചെയ്യേണ്ടത്, സ്പീഡ് കൂടാതെ കൺട്രോൾ നിലനിർത്തി ക്ലച്ചാണോ ബ്രേക്ക് ആണോ സ്പീഡ് കൂടുമ്പോൾ ചവിട്ടേണ്ടതെന്നുള്ള കാര്യങ്ങൾ അറിയില്ല എന്നുള്ള നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്താൽ കാണുക. നിങ്ങൾക്ക് തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതുകൊണ്ട് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, യൂട്യൂബ് വഴിയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ പുതിയതായിട്ട് ഇപ്പം ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ അതുവഴിയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരണം. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടും. കാരണം ലൈസൻസ് കയ്യിലുണ്ടായിട്ടും വാഹനം വീട്ടിലുണ്ടായിട്ടും 10 വർഷമായി 15 വർഷമായിട്ട് ലൈസൻസ് ഉണ്ട്, വാഹനം വീട്ടിലുമുണ്ട്. സ്വന്തം വാഹനത്തിൽ കയറി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോലും പേടിച്ചിരിക്കുന്ന പലരും ഉണ്ട്. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്കെല്ലാം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ കൊടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് കിടക്കുന്ന ഒരു കാര്യം കൂടി, ഇങ്ങനെ കാണുന്ന വീഡിയോസ് കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. എങ്കിലും തനിയെ വാഹനം ഓടിക്കുവാനും എടുക്കുവാനും സ്റ്റാർട്ട് ചെയ്യുവാൻ പോലും പേടി, വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നടക്കുന്നുണ്ട്. പലരും എന്റെ ജില്ല അറിയാൻ വേണ്ടി വിളിച്ചു ചോദിക്കും, ഏത് ജില്ലയിലാണ്? ഇന്ന ജില്ലയിലാണോ? അപ്പൊ ദൂരമാണല്ലോ. നിങ്ങൾ കാസർഗോഡ് പോകുന്നതിന് തിരുവനന്തപുരം വരെയുള്ള ഏത് ജില്ലയിലാണെങ്കിലും, ഇതിനിടയിലുള്ള ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങളുടെ സ്ഥലത്ത് നിങ്ങളുടെ വാഹനത്തിലാണ് പ്രാക്ടീസ്. അപ്പൊ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഇതൊരു 1 ഡേ ട്രെയിനിങ് ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. പലരും നമ്മളെ മടിപ്പിക്കാറുണ്ട്, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് എന്നതിന് ശേഷം 1-2 പ്രാക്ടീസിന് പോയതല്ലേ, പ്രായം കൊണ്ടായിരിക്കും, നിർത്തിക്കോ, ഇനിയിപ്പോ നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് മടിപ്പിക്കാറുണ്ട്. ഞാൻ പറയുന്നത്, നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമില്ല. നമുക്ക് കയ്യും കാലും കൊണ്ടാണ് നമ്മൾ വണ്ടി ഓടിക്കുക. നമുക്ക് കയ്യും കാലും ഉണ്ടോ, ലൈസൻസ് ഉണ്ടോ, നമുക്കാർക്കും പ്രായം ഒരു പ്രശ്നമല്ല. നിങ്ങൾ ഏത് പ്രായമായിരുന്നാലും എന്നെ കോൺടാക്ട് ചെയ്യും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതായത് വാഹനം ഓടിച്ച് തുടങ്ങുന്ന തുടക്കക്കാർക്ക് വലിയ സംശയമാണ്. അവർക്ക് ഒരു വാഹനം ഇറക്കത്തോടെ പോകുമ്പോൾ ക്ലച്ചാണോ ബ്രേക്ക് ആണോ ചവിട്ടേണ്ടത്, കൺട്രോൾ കൃത്യമാണ്, എന്താണ് ചെയ്യേണ്ടതെന്ന്, ഏത് ഗിയറിലാണ് പോകേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയില്ല. നമ്മളൊരു വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കയറ്റം, അതായത് നമ്മൾ ആ കയറ്റം ഏത് ഗിയറിലാണോ കയറുന്നത്, ചിലപ്പോൾ ചെറിയ കയറ്റമാകാം, അതുപോലെ തന്നെ വലിയ കയറ്റമാകാം. അപ്പൊ നമ്മൾ വലിയ കയറ്റം വരുമ്പോൾ നമുക്ക് എന്തായാലും 3rd ഗിയറിലോ 4th ഗിയറിലോ കയറാൻ പറ്റില്ല. നമ്മൾ ഫസ്റ്റിലോ സെക്കൻഡിലായിരിക്കും. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കയറ്റത്തിനനുസരിച്ച് നമ്മൾ ആ കയറ്റം ഏത് ഗിയറിലാണോ കയറുന്നത് ആ ഗിയറിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആ ഇറക്കം ഇറങ്ങാൻ. നമുക്ക് ചിലപ്പോൾ ഇറക്കം ഇറങ്ങി വരുന്ന സമയത്ത് വരുന്ന സ്ലോ ആണല്ലോ, ആ ഒരു ഗിയർ വരുന്ന ഒരു പിടുത്തം ഉണ്ടല്ലോ, അടുത്ത ഗിയർ കൊടുക്കാം എന്നൊക്കെ നമുക്ക് തോന്നും. അപ്പൊ ആ അടുത്ത ഗിയർ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, വണ്ടി ഒന്നുകൂടെ സ്പീഡാകും. അപ്പൊ നമുക്ക് കൺട്രോൾ നിലനിർത്താൻ കഴിയാതെ വരും. അപ്പൊ നമ്മൾ ആ കയറ്റം ഏത് ഗിയറിലാണോ കയറുന്നത് അത് വേണം ആ ഇറക്കം ഇറങ്ങുമ്പോഴും ആ ഗിയർ ഇട്ട് വേണം നമ്മൾ ഇറങ്ങാൻ. എന്നാലും നമുക്ക് കൃത്യമായിട്ട് വണ്ടിക്ക് നല്ല കൺട്രോളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, വാഹനം നമ്മുടെ കൺട്രോളിൽ തന്നെ നിന്നുകൊണ്ട് വാഹനം ഓടിക്കാൻ കഴിയത്തുള്ളൂ. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ ഫസ്റ്റ് ഗിയറിലാണോ നമ്മൾ ആ ഒരു കയറ്റം കയറുന്നത്, ആ ഒരു ഗിയറിൽ വേണം നമ്മൾ ഇറക്കം ഇറങ്ങുമ്പോഴും വരാൻ വേണ്ടിയിട്ട്. സെക്കൻഡ് കയറുന്നുണ്ടോ, ആ സെക്കൻഡിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ. അപ്പൊ നമ്മൾ ഇറക്കം ഇറങ്ങുമ്പോൾ നമുക്ക് 3rd ഗിയറിലൊക്കെ വേണമല്ല, 4th ഗിയർ നമുക്ക് തോന്നും. അപ്പൊ നമ്മളെ 4th ഗിയർ എന്ത് ചെയ്യും, വണ്ടി ആ സ്പീഡും ആ റണ്ണിങ്ങും 4 സൈഡിലെ വീലുകൾ ഉരുണ്ടിടക്കമായിട്ട് എന്ത് ചെയ്യും, ആ സ്പീഡ് ഇറക്കം ഇറങ്ങി വരും തോറും സ്പീഡ് കൂടിക്കൂടി വരും. ആ കൂടിക്കൂടി വരുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് കൺട്രോളിൽ എന്താ ചെയ്യാം, വണ്ടി ഓടിക്കാൻ കഴിയാതെ വരും. അപ്പൊ പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ഇറക്കം ഇറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യരുത്, ക്ലച്ച് ചവിട്ടിക്കൊണ്ട് നിങ്ങൾ ഇറങ്ങരുത്. കാരണം ആ വണ്ടിക്ക് എഞ്ചിനുമായിട്ടുള്ള പിടുത്തം കിട്ടണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ആ ഗിയറിൽ തന്നെ പിടുത്തം വരണമെന്നുണ്ടെങ്കിൽ ക്ലച്ച് ചവിട്ടാതെ വന്നാലേ എന്ത് ചെയ്യത്തുള്ളൂ, നമുക്ക് ആ ഇറക്കം ഇറങ്ങാൻ കഴിയത്തുള്ളൂ. നമ്മൾ ക്ലച്ച് ചവിട്ടി ന്യൂട്രൽ ഇറങ്ങുന്നതിന് സമയമാകും. അപ്പൊ നമ്മൾ ഒരു കാരണവശാലും ഇറക്കം വരുമ്പോൾ എന്ത് ചെയ്യരുത്, ക്ലച്ച് ചവിട്ടരുത്. ആ ക്ലച്ച് ചവിട്ടി കഴിഞ്ഞാൽ ബോഡിയും അതുപോലെ എഞ്ചിനും നമ്മൾ 2 പാർട്സ് ആയിട്ട് രീതിയിലാകും. അപ്പൊ നമുക്ക് ഒരു കാരണവശാലും ഇറക്കം ഇറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല, ക്ലച്ച് ചവിട്ടാൻ ഏത് ഗിയറിൽ വരുന്ന ഒരു വണ്ടിയാണെങ്കിലും, നമ്മളിപ്പം ആ ഒരു ഇറക്കം ഇറങ്ങി വരുന്നത് നമുക്ക് സ്പീഡിൽ വരണമെന്നുണ്ടെങ്കിലും നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, നിങ്ങൾ ക്ലച്ച് ചവിട്ടാതെ നമ്മൾ ആ സ്പീഡ് അഥവാ നമ്മൾ കൂടി വരുന്നതിനനുസരിച്ച് ബ്രേക്കിൽ ഒന്ന് പ്ലേ ചെയ്യുക,
അയച്ചു വിടുക. നമ്മൾ ആ ബ്രേക്കിൽ തന്നെ മുറുക്കി പിടിച്ചോണ്ടിരുന്നാലും സംഭവിക്കും, ചിലപ്പോൾ ആ വണ്ടിയുടെ റണ്ണ് നിന്ന് വണ്ടി ഓഫ് ആയി പോകാണ്ട്. അപ്പം വണ്ടിയുടെ സ്ലോ നമുക്ക് എത്രത്തോളം വേണോ അത്രത്തോളം കൊടുക്കുക, ബ്രേക്ക് എന്ന് അയക്കുക. എത്ര നമുക്ക് സ്ലോ ആക്കണം അത്രയും ബ്രേക്കിൽ ഒന്ന് സ്ലോ ചെയ്യുക, അയക്കുക. അപ്പൊ നമുക്ക് വണ്ടി ഓഫ് ആകാതെ തന്നെ സ്മൂത്ത് ആയിട്ട് ഗിയറിന്റെ ആ ഒരു പിടുത്തത്തിൽ തന്നെ നിന്ന് എന്ത് ചെയ്യാം, വാഹനം കൺട്രോളിൽ, വാഹനം ഏതിറക്കത്തിൽ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പൊ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് വെച്ചാൽ എന്തെങ്കിലും സംശയങ്ങളുടെ കാര്യങ്ങളുണ്ട്, ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കമന്റ് ബോക്സിൽ വന്ന് ചോദിക്കാം. നിങ്ങൾ ദയവായിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ വന്ന് ചോദിക്കുക. അല്ലാതെ നിങ്ങൾ ഒരു കാരണവശാലും വാട്സപ്പിൽ വന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിങ്ങളുടെ സംശയങ്ങളോ ഇതിന്റെ വീഡിയോ ചെയ്യണോ എന്നുള്ളതോ നിങ്ങൾ ചോദിക്കാതെ കമന്റ് ബോക്സിൽ വന്ന് ചോദിക്കുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.